വൈകിട്ട് ഒരു 7 മണിയോടെ പുതുശ്ശേരി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു. ധൻവീറിന് പനീർ മേടിക്കാൻ വന്നതാണ്. അപ്പോൾ മഷ്റൂം കണ്ടപ്പോൾ ഞാൻ മഷ്റൂം മേടിച്ചു. ധൻവീർ കുറച്ച് ദിവസമായി പനീർ ഗ്രേവി ചോദിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്ത് അത് ഫ്രൈ ചെയ്ത് കൊടുത്തപ്പോൾ അവന് ഇഷ്ടമായില്ല. അപ്പോൾ ഇന്ന് വൈകിട്ട് തൊട്ട് പിണക്കാണ് അത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരി പനീറും മട്ടറൊക്കെ മേടിക്കാമെന്ന് കരുതി വന്നതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോയി. അച്ഛൻ കാലത്തൊട്ട് ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാൻ പറയായിരുന്നു. അപ്പോൾ ഞാൻ വൈകിട്ട് ആദ്യം വന്ന് അതൊക്കെ ചെയ്തു കൊടുത്തു. മോളുണ്ട് സഹായിക്കാൻ. അവളെ കൊണ്ട് കഴിയുന്ന പോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കി ഇഡ്ഡലിപ്പൊടിയും ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ ടി വി ഇട്ടെടുത്തപ്പോൾ അവൾ തനിയെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും ഇരിപ്പുണ്ട്. അച്ഛനും പേരമോളും കൂടെ ടി വി കാണുമായിരുന്നു. അപ്പോൾ ധൻവീറിനെ ഞാൻ അടുക്കളയിൽ പിടിച്ചിരുത്തി. ടി വിയുടെ മുന്നിലിരുന്നാൽ പഠിക്കൽ നടക്കൂല. ഒരാഴ്ചയായി അച്ഛൻ സ്കൂളിൽ പോയിട്ട്. അപ്പോൾ ഇന്ന് പോയപ്പോൾ കുറേ ഹോംവർക്കും റീഡിങ് എക്സസൈസസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ചാപ്റ്റർ വായിപ്പിക്കാമെന്ന് കരുതി അടുക്കളയിൽ പിടിച്ചിരുത്തിയതാണ്. അപ്പോൾ ഫ്രണ്ടിലേക്ക് പോയാൽ ടി വിയിൽ ശ്രദ്ധിക്കുന്ന കരുതി ഞാനും ഇവിടെ തന്നെ ഇരുന്ന് ചപ്പാത്തിക്കുള്ള മാവും കുഴച്ചെടുത്ത് ധൻവീറിനെ വായിക്കാനും ഹെൽപ്പ് ചെയ്തു. ഇടയിൽ ആളുടെ ശ്രദ്ധ ഫ്രണ്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. അവിടെ സീരിയലോ കാർട്ടൂൺ എന്തൊക്കെയോ ഓടുന്നുണ്ട്. അപ്പോൾ അതിലേക്കും ശ്രദ്ധ മാറുന്നുണ്ട്. തൽക്കാലം അങ്ങനെ പിടിച്ചിരുത്തി മുഴുവൻ വായിപ്പിച്ചു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ മാവും റെഡിയായി. അപ്പോൾ അത് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കറിക്കുള്ളത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം പച്ചക്കറികളൊക്കെ എടുത്തു. തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, സവോളയൊക്കെ എടുത്ത് തോലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തു. അപ്പോഴേക്കും പുറത്ത് വേറൊരാൾ കൂടെ വന്നിട്ടുണ്ട് കളിക്കാൻ. ധൻവീറിൻ്റെ ഫ്രണ്ടാണ്, നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലുള്ള പയ്യനാണ്, ജിത്തു എന്ന പേര്. അപ്പോൾ ഇവർ 3 പേരും കൂടെ കളിയാണ്. അപ്പോൾ പനീർ കറിക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് കാഷ്യൂ കൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടെ നന്നായി വഴറ്റി ചൂടാറാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിതിൽ എരിവ് കുറവാട്ടോ ചേർക്കാറ്, അപ്പോഴേ മക്കൾ കഴിക്കാറുള്ളൂ. അത് ചൂടാറുന്ന നേരം കൊണ്ട് സ്ലാബൊക്കെ തുടച്ച് വൃത്തിയാക്കി ചപ്പാത്തി റെഡിയാക്കാമെന്ന് കരുതി. ഞാൻ ചപ്പാത്തി ബോളാക്കലും പരത്തലും ചുടലൊക്കെ ഒന്നിച്ചാണ് ചെയ്യാറ്. സിമ്മിൽ വെച്ച് ഓരോ സൈഡ് വേകുമ്പോഴേക്കും അടുത്തത് പരത്തും. അങ്ങനെ അറ്റ് എ ടൈം ആട്ടോ എല്ലാം കൂടെ ചെയ്യാറ്. അങ്ങനെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അതെല്ലാം ഹോട്ട് ബോക്സിലാക്കി വെച്ചിട്ട് ലാസ്റ്റ് പനീർ ഗ്രേവി കൂടെ ഉണ്ടാക്കി. പനീറും മട്ടറും എണ്ണയിലൊന്ന് വഴറ്റിയ ശേഷമാണ് അരച്ച് വെച്ചിട്ടുള്ള ഗ്രേവി അതിൽ മിക്സ് ചെയ്യാറ്. ലാസ്റ്റ് കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തു. കളിയൊക്കെ കഴിഞ്ഞ് ജിത്തു വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവനെയും പിടിച്ചിരുത്തി കഴിക്കാൻ. ജിത്തു ഉണ്ടെങ്കിൽ ഇവരും കുറച്ചുകൂടെ ആവേശത്തോടെ കഴിക്കും. മത്സരിച്ച് കഴിക്കാമെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ ആരുടെ ആദ്യം കഴിയുക, ആരാ ഏറ്റവും കൂടുതൽ കഴിക്കുക എന്നുള്ള രീതിക്ക് ഒരു കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ കഴിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ജിത്തുവിനെയും പിടിച്ചിരുത്തി നിർബന്ധിച്ച് അവനും കൊടുത്തു ചപ്പാത്തി. മോളാണെങ്കിൽ പനീർ മാത്രം കഴിക്കുന്നുണ്ടായിരുന്നു. അവൾ ഓൾറെഡി ഒരു ദോശ കഴിച്ചതാണല്ലോ. അങ്ങനെ എല്ലാവരുടെയും കഴിച്ചു കഴിഞ്ഞു. അച്ഛൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്ത് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ തുടങ്ങി. കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. നോർമലി അപ്പം കഴുകി വെക്കാറാണ് പതിവ്. ഇതിപ്പോൾ ഇടയിലൂടെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് അവസാനമാണ് കഴുകിയത്. അപ്പോൾ എല്ലാം കഴുകി എല്ലാം തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഞാനും ഭക്ഷണം കഴിക്കാമെന്ന് കരുതി ചെന്നു. മോള് പനീർ മാത്രമാണല്ലോ കഴിച്ചത്. അപ്പോൾ അവളുടെ ചപ്പാത്തിയും കറിയും ഞാൻ തന്നെ എടുത്ത് കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഏട്ടന് കഴിക്കാനുള്ളതെല്ലാം ടേബിളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പതിവ് കേട്ടോ. നമ്മൾ ഏട്ടൻ വരുന്നതിന് മുന്നേ കഴിക്കാറാണ് പതിവ്. നോർമലി ഏട്ടൻ വരുന്ന നേരത്ത് ധൻവീറിനെ ഉറക്കാറുണ്ട്. സമയം 10-10 ഇവളാണെങ്കിൽ അപ്പോഴാണ് കളി തുടങ്ങുക. ഏട്ടൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി ഉറങ്ങാതെ കാത്തിരിക്കാറാണ് പതിവ്. ഏട്ടനാണെങ്കിൽ അടുത്ത വീട്ടത്തെ വേറൊരു ഏട്ടനോട് വർത്താനം പറഞ്ഞിരിക്കുകയാണേ. അപ്പോഴേക്കും മോളുടെ പാൻറ് അഴിഞ്ഞു പോയി. പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. ഇനി അച്ഛനും മോളും കൂടെ കളിയാണേ. സ്ഥിരമായിട്ട് തന്നെ കേട്ടോ നടക്കാറ്. എപ്പോഴും വിചാരിക്കും നേരത്തെ ഉറക്കണമെന്ന്. പക്ഷെ ധൻവീർ ഉറങ്ങാറുണ്ട്. പിറ്റേന്ന് സ്കൂളുണ്ടല്ലോ. ഇവളാകുമ്പോൾ പകലൊക്കെ ഇടയ്ക്ക് ഉറങ്ങുന്നതുകൊണ്ട് രാത്രി സ്ഥിരമായിട്ട് വൈകിയാണ് കിടക്കാറ്. എനിക്കിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഈ നേരത്ത്. ഏട്ടനാണെങ്കിൽ വന്നപാടെ കളിയാണ് അവളുടെ കൂടെ. കുളിച്ചിട്ടൊന്നുമില്ല, കൈ മുഖം മാത്രം കഴുകിയിരിക്കുകയാണേ.
നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു ആള്. പക്ഷെ മോളുടെ കൂടെ കളിക്കുന്ന തിരക്കിൽ വിശപ്പൊക്കെ മറന്നുപോയി. ചപ്പാത്തിയും കറിയൊക്കെ വിളമ്പി വെച്ച് ഞാൻ മേല് കഴുകിയിട്ട് വന്നു. മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ ഇത് തന്നെയാണ് അവസ്ഥ. അവളെ ഉറക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ അവൾ ഉറങ്ങാറില്ല. ഏട്ടൻ വന്ന് ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ കുറേ നേരം കളിച്ച്, ഏട്ടൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൈയിട്ട് വാരി അതും കഴിച്ച്, അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് നടക്കാറ് ഇവിടെ. അപ്പോൾ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനൊരു ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു രണ്ടുപേർക്കും കൂടെ. അങ്ങനെ ആപ്പിളൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെയും കുറേ നേരം കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റ് റുട്ടീൻ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.